ഗാസയിലേക്ക് ഭക്ഷണം എത്താൻ കാരണമായതും അതുപോലെ വെടിനിർത്തൽ ധാരണ അടുത്തു തന്നെ ഉണ്ടാവാൻ ഇടയാവുന്നതും താൻ കാരണമാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നടക്കുന്നത്. എന്നാൽ ഇത്തവണ ട്രംപിന്റെ നീക്കം കുറച്ചുകൂടി വിശാലമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ശേഷം ഇറാനും ഇസ്രയേലിനും ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ട്രംപിനുള്ള മറുപടി തായ്ലൻഡും കംബോഡിയയുമാണ്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തലിൽ തന്റെ പങ്കിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തവണ വന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ വർഷം ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചതിൽ താൻ വഹിച്ച പങ്കിനെ അദ്ദേഹം വീണ്ടും പരാമർശിക്കുകയായിരുന്നു. വ്യാപാര ബന്ധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്രജ്ഞരുമായി പ്രവർത്തിക്കുന്നതിൽ ഊന്നൽ നൽകിയ ട്രംപ് തന്റെ മുൻകൈയിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കളെ വിളിച്ച് US-ഉമായുള്ള വ്യാപാര കരാറുകൾക്ക് വേണ്ടി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത്രേ. ചുമ്മാ പറയുക മാത്രമല്ല, തായ്ലൻഡ് കംബോഡിയ സംഘർഷവുമായി ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിനുള്ള സമാനതകളും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 4 ദിവസത്തെ തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം മെയ് 10 പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈനിക നേതൃത്വവുമായി നേരിട്ട് ആശയവിനിമയം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ വെടിനിർത്തലിന്റെ ബഹുമതി തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി ട്രംപ് പലതവണ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ട്രംപ് പറയുന്നത് പോലെ അല്ലെന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നമല്ല ഇവിടെ എന്നും പറയുകയാണ് വിദേശ നയ വിദഗ്ധനായ ബ്രഹ്മ ചില്ലാനി. ഇന്ത്യ പാകിസ്ഥാൻ തർക്കം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്നും തായ്ലൻഡ് കംബോഡിയ തർക്കം പുരാതന ഖമർ ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരവും പ്രദേശപരവുമായ വാദങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തായ്ലാന്റും കംബോഡിയയും തമ്മിലുള്ള നിലവിലെ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിലെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടലാണ്. പ്രസദ മൂവേൻ തോം ക്ഷേത്ര സമുച്ചയവും യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട പ്രീഹ ബിഹാർ ക്ഷേത്രവും ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടലുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 20 തായ്ലാന്റുകാർ 13 കംബോഡിയക്കാർ ഉൾപ്പെടെ ഇതിനകം 33 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം ആളുകൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം കംബോഡിയയിൽ നിന്നും 37,635 പേർ ഒഴിപ്പിക്കപ്പെട്ടതായും തായ്ലാന്റിൽ നിന്നും 1,31,000-ലധികം പേർ ഒഴിപ്പിക്കപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോളനി വൽക്കരണ കാലത്തെ അതിർത്തി നിർണയത്തിൽ നിന്നും ആരംഭിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പ്രാദേശിക തർക്കമാണ് ഈ സംഘർഷത്തിന്റെ മൂല കാരണമെന്ന് വേണം പറയാൻ. മെയ് അവസാനം ഒരു കംബോഡിയൻ സൈനികന്റെ മരണത്തോടുകൂടി തർക്കം വീണ്ടും തീവ്രമാവുകയായിരുന്നു. 1962 അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രീഹ ബിഹാർ ക്ഷേത്രം കംബോഡിയയ്ക്ക് അനുകൂലമായി വിധിച്ചെങ്കിലും തായ്ലൻഡ് ഈ വിധി പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഹെവി ആർട്ടിലറി ടാങ്കുകൾ, വ്യോമസേന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുകൾ ഞായറാഴ്ചയും തുടർന്നിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സംഘർഷം ഇപ്പോഴും തുടരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മാത്രം ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം.